SRK പോയിട്ട് വരുന്നുണ്ട് കേട്ടോ. മമ്മറക്കല്ല മന്ദാരം. ഹാപ്പി ബർത്ത്ഡേ ഈഗിൾ ഗെയിമിംഗ്. നമുക്ക് ഐശ്വര്യമായിട്ട് അകത്തോട്ട് കയറിയാലോ? ഇതെന്ത് ലോഡായില്ല? പൊള്ളയാണല്ലോ. എനിക്ക് വെയിറ്റ് ചെയ്യേ, ലോഡാവും. നടന്ന വാസുവിനെ കാണാത്തവരൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഡാവും. സ്ക്രീനിന് മാത്രം എഴുതി ഒരു മിനിറ്റ് എല്ലാരും ഒരു 2 മിനിറ്റ് കൊടുത്തു. പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിട്ട് ഒന്നുകൂടി കേട്ടോ. ഓ ഇപ്പഴാ കാണുന്നേ നമുക്ക്. കൊള്ളാം. കാണുന്നുണ്ട്. ഇത് ഈഗിൾ ഗെയിമിംഗ് ആണല്ലേ? ഇതിലും നമ്മൾ മാറ്റിന്റെ പഴയ സെർവറിൽ പോലും അതിന്റെ ലോഡ് സ്കില്ലിൽ പോലും ഇത്രയും നല്ല ഇതില്ലായിരുന്നു. ഹലോ ഷൗട്ടിടോ കേക്കുന്നില്ല. ഷൗട്ടിടോ കേക്കുന്നില്ല. ഒരു വർഷമുണ്ട് അവര് തമ്മിൽ സംസാരിക്കും. വാസുമോന് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താണ് വാസുമോന് ജന്മദിനത്തിൽ പറയാനുള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മദിനം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജന്മദിനമായിരുന്നു. അതായത് എന്താ പറയാ, കുറെ നാളായിട്ട് നമ്മളിപ്പോ ഇങ്ങനത്തെ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ വർഷം ഞങ്ങള് പുറത്ത് കുറച്ച് അധികം എല്ലാരും, അതായത് റീബിൽഡിന് ശേഷം എല്ലാരും എനിക്ക് ഭയങ്കര നന്നായി നടന്നൊരു കാര്യമാണ്. സിറ്റിയില് വേറെ പരിപാടികളൊന്നും ഒരുമിച്ച് എന്നോട് ഉണ്ടായിരുന്നോണ്ട് അങ്ങനത്തെ വിഷമമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ സിറ്റിക്കകത്ത് പരിപാടി വന്നപ്പോ ഡബിൾ സന്തോഷം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പരിപാടി ഹോസ്റ്റ് ചെയ്ത് സെറ്റാക്കി എല്ലാവർക്കും നമ്മുടെ ഗ്യാങ് തുടങ്ങിയ വാസുവിന് ഇപ്പോ 29 ആവുകയാണ്. എനിക്ക് പറയാനുള്ളത്, അടുത്ത വർഷം 30 വയസ്സിലോട്ട് പോകുന്ന വാസുവിന് വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അടുത്ത വർഷം നമ്മൾ കൊണ്ടാടും, സിറ്റിയെ കൊണ്ടാടും. മനസ്സിലായി? ആരോഗ്യ സൗഖ്യം 1000 വേണ്ട. 100 വർഷം വേണ്ട. മന്ദാരം ജൂഡിനെ ഡ്രാഗ് ഞാനവിടെ മാറിക്കുന്നില്ല മര്യാദ. വാസു എന്ന് പറയുന്നത് നല്ലൊരു മനസ്സിനുടമയാണ്. ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരാളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പോ 29-ാം വയസ്സിലോട്ട് കടന്നു കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വാസുവിന് എന്റെ എല്ലാവിധ ജന്മദിന ആശംസകളും. കൈയടിക്കാൻ പറ്റില്ല. എനിക്ക് കണ്ണാക്കോ
ഒരു ഇത് അടുത്തതായി നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും വാസുവിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാൻ കടന്നുവരിക. അപ്പാപ്പൻ 2 വാക്ക് സംസാരിക്കണം എന്നെ പറ്റി. പപ്പൻ 4 പറ അല്ല പപ്പന്റെ പറഞ്ഞ കഥയൊന്നും കേക്കണ്ട പറയണ്ടോ? അതെ, 1 മണിക്കൂർ അങ്ങനെ തന്നെ പോയി പോകും. വേണം വാസു, ഇല്ല, എന്നാലും അതോ 2 വാക്ക് പറഞ്ഞാ പറയണം, മതി. അപ്പാപ്പൻ. ചെറുതായിട്ട് 2 വാക്ക് പറയാം എന്നെ പറ്റി. ഷോർട്ടായിട്ട്. ഛത്ര പറഞ്ഞ നമ്മുടെ എല്ലാവരുടെയും ജന്മദിനാശംസകൾ. അല്ല, ഒരു സെക്കൻഡ് വാസുവിനെ, ഇത് ഞാനിപ്പോ ഇന്ന് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് എന്നെ മാത്രമല്ല, നമ്മുടെ കൂടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഇതിന്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പോലും ഇവിടെ വന്നെത്താൻ സാധിക്കാത്ത നമ്മുടെ രായനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ ഞാൻ എനിക്ക് പകരം രായന് വേണ്ടി സംസാരിക്കാം. ഐ ലവ് യു അണ്ണാ എന്ന് രായൻ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്. രായൻ സ്പെഷ്യൽ സാധനം കൂടെ തരാൻ പറഞ്ഞായിരുന്നു. ഒരു സെക്കൻഡ്. ഉമ്മയാണോ? അയ്യോ, ഇത് ഇങ്ങോട്ടില്ലേ? ഇവിടെ രായൻ വാസുമോന് ലിപ് കിസ് അടിക്കുന്ന ചെല്ലക്ക് വെറുതെയായിട്ട് അത്ര തിരിച്ചുമ്മയില്ലേ വാസുമോന്? രായൻ അത് പിന്നെ അടുത്ത ഡയലോഗ്. അണ്ണാ, എനിക്ക് അണ്ണനെ ഒരുപാട് ഇഷ്ടമാണ് അണ്ണ. അണ്ണൻ എനിക്ക് ജനിക്കാതെ പോയ ഒരു അണ്ണനാണ് അണ്ണ. അണ്ണന് വേണ്ടി ഞാൻ എല്ലാവർക്കും ഒരു അണ്ണനായ അണ്ണ. ചക്കര അണ്ണ. അത് രായൻ വാസവന് വേണ്ടിയിട്ട് കവിത എഴുതിയതാണ്. കവിത കഴിച്ചോ? ഇതൊക്കെ വാസവന് രായന്റെ കവിത ഇഷ്ടപ്പെട്ടു. ഒരുപാട് മണിക്കൂറുകളെടുത്ത് പാപം അപ്പൊ ഇനി ഞാൻ എനിക്ക് വേണ്ടി തന്നെ സംസാരിക്കാം. വാസവനെ, ഞാന് വാസുമോനെ ഈ മോനെ എന്ന് വിളിക്കുമ്പോ കാർലമോനെ വിളിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ 2 പേർക്കും എനിക്ക് മറക്കാതെ പോയ എന്റെ മക്കളെ പോലെ കണ്ടിട്ടാണ് ഞാൻ മോനെ എന്ന് വിളിക്കുന്നത്. അപ്പം സ്വന്തം മക്കളുടെ ബർത്ത്ഡേക്ക് ഒരു അച്ഛൻ എന്ന നിലയിൽ എത്രത്തോളം സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ പറയാതെ തന്നെ വാസുമോന് അറിയാതിരിക്കുമല്ലോ അല്ലേ? പക്ഷെ എപ്പോഴും എന്റെ ഒരു അനിയന്റെ സ്ഥാനത്തെ കാണാവോ വാസുമോൻ? പക്ഷെ അത്രയുള്ളൂ. ഇനി ഒരിക്കലും വാസുമോന് തന്തണ്ടോന്ന് ചോദിക്കാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായ വാസുമോനെ? അച്ഛനില്ലാത്ത ആൾക്കാർ ചോദിക്കും തന്തണ്ടോ, അപ്പൊ ചൂണ്ടിക്കാണിക്കണം. 1000 നമുക്ക് അടുത്ത ആളെ വിളിക്കാം. അപ്പൊ നമ്മുടെ യങ്സ്റ്റേഴ്സിന് വേണ്ടിട്ട് ഞാൻ സംസാരിക്കുവാണ്. ഇത്രയും വർഷം നമ്മളെ ഒരു ഫാമിലി ആയി കൊണ്ട് നടന്ന നമ്മുടെ വാസു അണ്ണനെ ഒരു കീയോട് മാറ്റാൻ സമയം കേട്ടോ. അടുത്ത ആഴ്ച ഇനി പേഴ്സണൽ ആണ് വാസു. വയസ്സൊക്കെ കൂടി അല്ല വാസു, ഇനി കൊറേ വർഷങ്ങളായില്ലേ, മാറിയൊക്കെ നിക്കണമെന്ന് തോന്നുവാണെങ്കിൽ പറഞ്ഞാൽ മതി, എല്ലാം നോക്കിക്കൊണ്ട് പോവാം. അപ്പൊ മെനി അപ്പൊ കെവിക്ക് വേണ്ടി വാസമ്മനെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ കെവിയുടെ സ്വന്തം ഹിറ്റ്മാൻ പ്ലീസ് കം. പഴയ കാര്യം ഓർത്തിട്ട് തെറിയെന്ന് പറയില്ല. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചതില് സന്തോഷം. പിന്നെ അതുപോലെ ഹാപ്പി ബർത്ത്ഡേ. ദീർഘായുസ്സോടെ
താങ്ക് യു നമ്മളിങ്ങോട്ട് വിളിച്ചേന് സന്തോഷം. അപ്പാപ്പന് പറഞ്ഞതിന്റെ അത്രയും പറഞ്ഞത് അച്ഛനായി അപ്പം കിട്ടി ചോദിക്കാം മൂന്ന് കേക്ക് എടുത്തേ സ്ലൈസ് എടുക്കാം ഷുഗർ കട്ടാ അണ്ണ മാറ്റം കൊടുക്കണേ പകുതി ജീവൊക്കെ പോയ ജോഡിയോ കറക്റ്റ് വിളിച്ചൂരി ബോബുട്ടാ എടുത്തോ അവിടുന്നേ കിട്ടിയില്ല എടുത്തോ താങ്ക് യു ഓക്കെ കാരണം വസുമന് എന്റെ വക വലുതായിട്ട് അയ്യോ ഷുഗറാണ് എന്നാ വെൽക്കം ടു Which വണ്ടി is this bro? ഇത് ഇതളിയന്റെ വണ്ടിയാണല്ലോ അളിയാ. ഇത് ലെംബോർഗിനിയുടെ ഫ്രണ്ടും മസ്താങ്ങിന്റെ ബാക്കും. ഈഗിൾസ് എഡിഷൻ ഏത് മോഡലടാ നമുക്ക് വണ്ടി കിട്ടാണ്ടല്ലേ ആണോ ദൈവം എന്താ കാണിക്കുന്നേ? ടിക്കറ്റ് ഒന്നും വലിക്കാൻ പറ്റില്ല അപ്പൊ ഒന്ന് താ അപ്പാപ്പ അതിനകത്ത് ഇതെല്ലാം റെഡിയാണ് വസുമനെ കേറിക്കോളൂ. ഡോണ്ട് വറി. ചന്ദ്ര ഇത് വണ്ടി ഇത് റോഡ്സ് റോയ്സ് അല്ലേ ഇത്? ഓടിക്കാൻ പറ്റുമോ ഇത്? പിന്നെ ആക്കിയല്ലേ മൊത്തത്തിൽ പണിഞ്ഞിട്ട് ഇത് ഇന്ത്യ വണ്ടി എടുത്തിട്ട് കണ്ണുള്ളല്ലേടാ വസുമനെ ബ്ലാക്ക് കിട്ടിയ വണ്ടികളൊക്കെ വെച്ചിട്ട് വസുമനെ കൊള്ളാല്ലേ ഇതടാ ഇത് വാഗ്ദാനം മാത്രം കൂടി ഇതോ ഇങ്ങോട്ട് മാമ അവിടെ പോയി കത്തിപ്പോയതാ. ഓപ്പൺ പണ്ടത്തെ വണ്ടി ദർശനിയാണ് സ്കാമിങ് ആണെന്ന് തോന്നുന്നു. ദർശനയുടെ വകയാണ് കേട്ടോ. ദർശന താങ്ക് യു സോ മച്ച്. കീറിയിട്ട് എത്ര വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. പിന്നെ ഇത് എന്റെ വണ്ടി എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ? ഞാന് എന്ത് പറഞ്ഞെന്ന് പെട്ടെന്ന് ആലോചിച്ച് ഞാനിപ്പോ രായനോട് ചോദിച്ചപ്പോ അണ്ണൻ ഈ വണ്ടിയാണ് ഏറ്റവും ഇഷ്ടം പറഞ്ഞു. താങ്ക് യു സോ മച്ച് ദർശന, താങ്ക് യു. കാർലോ എന്റെ സമയത്ത് എന്റെ ഇഷ്ടംപോലെ സമയത്ത് ജനുവരിയില്ല. ഇപ്പൊ എത്രയായി? എനിക്ക് 28 മാസോടെ ഉണ്ട്.
പെട്ടെന്നാവും പ്രാർത്ഥിക്കാം. പിന്നെ ഇതിലേക്ക് കിടക്കണം നമ്മളെ. ഈ വണ്ടിയെല്ലാം കിട്ടുമെന്ന് പറഞ്ഞു ഉറപ്പ് വന്നോ പാപ്പൻ? ഈ വണ്ടി കിട്ടൂല, ഇതിനു മുമ്പ് അതല്ലേ അല്ല അതെ മറ്റേ മറ്റേ ബി എം വണ്ടി കിട്ടിയില്ലേ? ഈ വട്ടം ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ഈ വട്ടം ഞാൻ പ്രശ്നം ഉണ്ടാക്കും അപ്പാപ്പ. ഈ വട്ടം ഞാൻ ഇത് മേടിച്ചെടുക്കാതെ ഞാൻ കളിക്കൂല. അല്ല വാസുവിനെ ഒരു കാര്യം ചെയ്യ്. കാരണം ഒരു രണ്ടുപേർക്കും ഏതൊക്കെ വണ്ടിയാണോ കിട്ടാത്ത എന്നുള്ള ലിസ്റ്റ് അടിക്കുക. ആ കൊറേ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്റെ കാറിലൂടെ വണ്ടി അല്ല മാത്രമേ പഴയതല്ല, ഈ server ൽ ബർത്ത്ഡേ വണ്ടികൾ ഏതൊക്കെയാ കിട്ടാത്ത ലിസ്റ്റ് ഇതാ. മറ്റേ ഇതിന് കിട്ടിയതോ മറ്റേ ബി എമ്മിന്റെ ഏത് BM? ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു ഇവന്റ് നടന്നിരുന്നു. ഇടിച്ച് കളിക്കാതെടാ. ഏത് BM? ബ്ലാക്ക് മാഫിയ, പക്ഷെ ബ്ലാക്ക് മാഫിയ അല്ലല്ലോ അവരെ. ആ അങ്ങനെ അങ്ങനെ കൊറേ അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ. കണ്ടനും ഉണ്ടായിരുന്നു, അതെ. ചേട്ടനും ഉണ്ടായിരുന്നു. ആ അത് മറ്റേ വേറെ എന്താ അത് പിന്നെ പതുക്കെ കിട്ടിയാ മതി. മറ്റേ അത് അവരെ കഴിഞ്ഞിട്ടില്ല തോന്നുന്നു അവരെ. ആണോ? അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കിട്ടില്ലേ? ബാക്കി സെറ്റാണ് ഒന്നും കേറാൻ പറ്റില്ലല്ലോ. എന്നോട് കിട്ടിയാന്ന് ചോദിച്ചാ ആഹാ മോശമായി പോയി കാണാതെ. ഞാനതല്ല മറ്റേ നമുക്ക് വേറെ പരിപാടി ഉണ്ട്. എല്ലാരും ഇങ്ങോട്ടെ. വണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിട്ടല്ല ഗിഫ്റ്റ് വണ്ടിയല്ല. ഇത് അപ്പാപ്പന്റെ മിസൈലാ ഇപ്പഴേ അതോടെ 50 ഇതിന്റെ പണി തീർന്നേ. ഏത് കാലത്ത് ചോദിച്ച സാധനം അത്. പണിയൊക്കെ എന്നേ തീർന്നതാ. പിന്നെ എന്തിനാ വാസവനെ ഇത്ര കാലം കാത്തു വെച്ചിരുന്നേ? അപ്പാപ്പ ഇതേ കുറച്ച് നിങ്ങൾക്ക് വരാൻ പറ്റില്ല. അതാ ഞങ്ങള് ഓരോ ദിവസം മാറി മാറി നമ്മൾ അന്ന് മറ്റേ പ്രശ്നമൊക്കെ ഉണ്ടായത്. പാപ്പ എന്താ ശരി മറ്റേ ട്രക്ക് ജോബ് ലെവൽ 25 ചെയ്യാൻ പറ്റുമോ? അതെ, അതിനു വേണ്ടിട്ട് പഠിപ്പിച്ച വണ്ടിയാ. അതിനുള്ള ആളല്ലേ? ഇത് ഇരിയാൻ ലെവൽ 40 പണിയെടുത്തോളാം. ഫ്രണ്ടിലോട്ട് എടുക്കല്ലേ വീഡിയോ കിട്ടാതെ. പണി തന്നതാണോ എനിക്ക് ഡൗട്ട്. ഇത് മറ്റേ ഗ്യാങ് ഫണ്ടിന് വേണ്ടിയില്ലേ? വാസുവനെ ഞാൻ കറക്റ്റ് ആയിട്ട് പൈസ തരുന്നതായിരുന്നല്ലോ. എന്ത് ഈ ട്രക്ക് ജോബ് ചെയ്യാൻ പറ്റി എനിക്ക് ട്രക്കൊക്കെ കിട്ടുന്നത്? സാധനം കിഴിഞ്ഞല്ലേ?